Good morning, viewers. Welcome to my channel. ഇന്ന് മാർക്കറ്റ് US മാർക്കറ്റൊക്കെ ഞാൻ വലിയൊരു മൂവ് ഒന്നും കണ്ടിട്ടില്ല. ഡോ ജോൺസ് ഓൾമോസ്റ്റ് 137 പോയിന്റ്സ് ഗ്രീനിലേ കാണുന്നുള്ളൂ. നാസ്ഡാക്കും S&Pയും റെഡിലാണ് കാണിക്കുന്നത്. നാളെ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് ഓൾറെഡി വളരെ ഹൈയിലാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഈ സീരീസിൽ 26,000 അതിൻ്റെ ബേസ് ആയിരിക്കുമോ എന്നുള്ള ഇനി വരും ദിവസങ്ങളിലെ കണ്ടാൽ പറയാൻ പറ്റും. മാർക്കറ്റിൽ പ്രധാനമായി ചെയ്ത സ്റ്റോക്സ് ഷുഗർ സ്റ്റോക്സ് ആയിരുന്നു. ഷുഗർ സ്റ്റോക്സിന് ഫേവറബിൾ ആയിട്ടുള്ള കുറച്ച് റിപ്പോർട്ട്സ് ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ഷുഗർ സ്റ്റോക്സ് മുന്നേ റെക്കമെൻഡ് ചെയ്യുന്നു. എൻ്റെ പഴയ വീഡിയോകൾ കണ്ടു മനസ്സിലായി ഷുഗർ സ്റ്റോക്സ് ഇനി വരാവുന്ന ദിവസങ്ങളിൽ കൊല്ലങ്ങളിൽ നന്നായി ചെയ്യുന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്ന വേറൊരു കാര്യം വെച്ചാൽ നമ്മുടെ കർണാടക സർക്കാർ അതിൻ്റെ ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഡബിൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം അവർ പറയുന്നത് 2029 തൊട്ട് അവർക്ക് 1000 ഗ്ലോബൽ കപ്പാസിറ്റി സെൻറ്റേഴ്സ് ഉണ്ടാവും. അതുകൂടി ഇവർ 3,50,000 ആൾക്കാർക്ക് പുതിയ ജോലികൾ കൊടുക്കാൻ പോകുന്നത് കേട്ടു. സോ ഇതെന്താ ഇത് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ടിങ് മോർ ഫോറിൻ കമ്പനീസ് ടു ദ സ്റ്റേറ്റ് കർണാടക. അതുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഭയങ്കരമായിട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കാമെന്ന്. അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കർണാടകയിൽ വന്ന് ബിസിനസ് ചെയ്യുമോ, ഞങ്ങൾക്ക് റെൻറ്റ് റീഇംബേഴ്സ് ചെയ്യുക, പേറ്റൻറ്റ് ഫീ റീഇംബേഴ്സ് ചെയ്യുക, എക്സെപ്ഷൻ ഫ്രം ഇലക്ട്രിസിറ്റി ഡ്യൂട്ടി തരാം. ഇതൊക്കെയാണ് അവർ കർണാടക ഗവൺമെൻറ് കൊടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് നമുക്കിപ്പോൾ ഒരു 50 ബില്യൻ്റെ എങ്കിലും എക്കണോമിക് ഔട്ട്പുട്ട് 2029 ഉണ്ടാകുമെന്ന് പറയും. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മൾ കേരള ഗവൺമെൻറ്റും ഇതുപോലത്തെ ഒന്നും കേരളത്തിൽ കാണുന്നില്ല. കേരളത്തിൽ ഇവരിപ്പോൾ ഈ ടൂറിസം എന്ന് പറഞ്ഞാൽ നടക്കാന്ന്. ഇവിടെ എത്ര ടൂറിസ്റ്റുകൾ കേരളത്തിൽ വരുന്നത്, കേരളത്തിൽ കാണാൻ എന്താ ടൂറിസ്റ്റുകൾക്കുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവർ ടൂറിസം എന്നിട്ട് ആൾക്കാരെ ശ്രദ്ധ ഡൈവേർട്ട് ചെയ്യാനുണ്ട്. ഇങ്ങനെയുള്ള ഈ ടെക്നോളജി ഇൻഡസ്ട്രീസ് ഒന്നും കേരളത്തിലേക്ക് ഒന്നും വരുന്നതോ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതോ കാണുന്നില്ല. സോ അത് ഞാൻ പറഞ്ഞ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പം നമ്മൾ ഹുണ്ടായിൻ്റെയും ഒരു വലിയൊരു ഒരു IPO ഇന്ത്യയിൽ വരാൻ പോകുന്നുണ്ട്. അതൊരു ഫോറിൻ കമ്പനിയാണ് ഇന്ത്യയിൽ നിന്ന് പൈസ ജനറേറ്റ് ചെയ്യുന്നത്. അവരെന്തുകൊണ്ട് ഹുണ്ടായി കമ്പനി അവരുടെ രാജ്യത്ത് നിന്ന് പൈസ ജനറേറ്റ് ചെയ്യുന്നില്ല? ഇന്ത്യയിൽ നിന്ന് ഇത്ര വലിയ കോടിക്കണക്കിന് $1 ബില്യൺ ഇന്ത്യയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കമ്പനി. അപ്പോൾ പല ഫോറിൻ കമ്പനീസും ഇന്ത്യയിൽ ഇപ്പം ഈ സോഫ്റ്റ് ബാക്ക്ഡ് ആയിട്ടുള്ള ഈ സ്വിഗ്ഗീൻ്റെ ഇനിയൊരു IPO വരാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ഹുണ്ടായിൻ്റെ സ്വിഗ്ഗീൻ്റെ വലിയ IPO ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സസീവ് ഫോറിൻ ഓണർഷിപ്പ് ഇന്ത്യയിൽ നല്ലതാണെന്ന് ഞാൻ ചോദിക്കുന്നവരോട്. ഈ പണ്ട് കാലത്ത് നമുക്ക് ഓർമ്മയായിട്ട് പണ്ട് ജോർജ് ഫെർണാണ്ടസ് ഒരു മന്ത്രിയായ സമയത്ത് ഇവിടെ ഗ്ലാക്സോൻ്റെ പേര് മാറ്റി ഗ്ലിൻഡി ആക്കണം, പിന്നെ പെപ്സിൻ്റെ പൊട്ടറ്റോ ചിപ്സ് ഇന്ത്യയിൽ വിൽക്കാൻ പറ്റില്ല. അഥവാ ഇന്ത്യയിൽ ആരൊക്കെങ്കിലും കമ്പനി തുടങ്ങുന്നുണ്ടെങ്കിൽ 60-40 പാർട്ട്ണർഷിപ്പ് ആയിരിക്കണം, ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യണം, ഇന്ത്യക്കാരെ ഇവിടെ എംപ്ലോയ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള പല നിയമങ്ങളും കൊണ്ടുപോയിട്ട് ഒരുവിധം ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ പേര് മാറ്റി ഹിന്ദുസ്ഥാൻ യൂണിലിവറിനാക്കണം, അല്ലെങ്കിൽ ഫോറിൻ പേരുകൾ ഇന്ത്യയിൽ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ കണ്ടാണ്. ഒരു 20 കൊല്ലം ജോർജ് ഫെർണാണ്ടസ് എന്നായിരുന്നു ആ സമയത്ത് മന്ത്രി എന്ന് എനിക്ക് ഓർമ്മ. എൻ്റെ എല്ലാം കോളേജ് ഇപ്പോൾ കഴിഞ്ഞ സമയമായിരുന്നു ആ സമയത്ത് തോന്നുന്നു. സോ അതുകൊണ്ട് ഒരുവിധമല്ല ഫോറിൻ കമ്പനി ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോവുക ചെയ്ത്. അതുകൊണ്ട് ഇന്ത്യക്ക് വലിയ ഗുണം ഉണ്ടായിട്ടില്ല. പക്ഷേ അതേ ഗവൺമെൻറ് കുറച്ച് 2-3 കൊല്ലം കഴിയുമ്പോൾ വേറൊരു തരത്തിൽ ആ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യാൻ നോക്കുന്നു. ഇങ്ങനെയുള്ള ഒരു പോളിസിയാണ് നമ്മുടെ ഗവൺമെൻറ്റൊക്കെ കാണുന്നത്. സോ അപ്പോൾ പല ഗവൺമെൻറ്റും എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നാഷണലിസ്റ്റ് കാർഡ് കാണിക്കുക. അപ്പോൾ അവർക്ക് ഫേവറബിൾ ആ നാഷണലിസ്റ്റ് കാർഡ് കാണിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ അവരത് നോക്കുക. അപ്പോൾ അത് കമ്പനീനെ വളരെ ഹാംഫുള്ളായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് പിന്നെ ഞാൻ ചോദിക്കുന്ന എക്സസീവ് ഫോറിൻ ഓണർഷിപ്പ് നാഷണൽ എക്കണോമിനെ ഹാം ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കർണാടകയും തമിഴ്നാടും അല്ലെങ്കിൽ പിന്നെ ഈ നമ്മുടെ പ്രൈം മിനിസ്റ്റർ അമേരിക്കയിൽ പോയിട്ട് ഈ NVIDIA-നും അല്ലെങ്കിൽ ഈ തായ്വാനിലെ ചിപ്പ് മേക്കിംഗ് കമ്പനീസിലൊക്കെ ഇന്ത്യയിൽ വിളിക്കേണ്ട ആവശ്യം എന്താ? അതേസമയത്ത് ഇന്ത്യ ഗവൺമെൻറ്റോട് ആമസോണും ഫ്ലിപ്കാർട്ടിനെതിരായിട്ടുള്ള മോണോപ്പൊളി മറ്റേന്ന് പറഞ്ഞിട്ട് മൊബൈൽ വിൽക്കാൻ പാടില്ല, നിങ്ങൾ അത് വിൽക്കാൻ പാടില്ല, നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ്റെ പീയൂഷ് ഗോയൽ പറയുന്ന ഇന്ത്യയിൽ നിന്ന് മറ്റേ മൊബൈൽ വാങ്ങിച്ചിട്ട് ആമസോണിൽ വിൽക്കണം. ഇങ്ങനെയൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് മറ്റേ ഗവൺമെൻറ് ഈ കമ്പനികൾക്കും കൊടുക്കുന്നത്. അതൊരു നിങ്ങൾ നോക്കണം, അതൊരു ഹെൽത്തി എൻവയോൺമെൻ്റ് ആണെന്ന്. സോ ഞാൻ പറയുന്നത് വെച്ചാൽ ഇഫ് യു പുട്ട് റെസ്ട്രിക്ഷൻസ് ഓൺ ഫോറിൻ കമ്പനീസ് ഓർ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ഡു ഞാൻ പറയുന്ന പോലെ ഫോർ എക്സാമ്പിൾ ടെല്ലിംഗ് ദം ദേ കനോട്ട് ഇൻവെസ്റ്റ് ഇൻ സർട്ടൻ സ്ട്രാറ്റജിക് ഇൻഡസ്ട്രീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫോർബിഡിങ് ദം ഫ്രം ഹോൾഡിംഗ് മെജോറിറ്റി ഷെയർ ഓർ ഡിമാൻഡിങ് ദാറ്റ് ദേ ട്രാൻസ്ഫർ ടെക്നോളജീസ്, അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വിൽ സിംപ്ലി അവരെന്താ ചെയ്യുക വെച്ചാൽ ദേ വിൽ സിംപ്ലി ഗോ സംവെയർ എൽസ് ആൻഡ് നമുക്ക് എത്ര ആയിരക്കണക്കിന് ജോലി പോവും, നമ്മുടെ നാട്ടിൽ വെൽത്ത് പോവും, ആൻഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്ന വെൽത്ത് നമ്മുടെ നാട്ടിൽ കിട്ടുകയില്ല.
സോ ഇത് ഈ ഗ്ലോബലൈസേഷൻ വന്നതിന് ശേഷം ദ റിയൽ ഹീറോ ഈസ് ട്രാൻസ്നാഷണൽ കോർപ്പറേഷനാണ്. അതാണ് നമ്മൾ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻ എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഹുണ്ടായി ഫോർ എക്സാമ്പിൾ, നമുക്കൊരു ഒരു 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 25 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഹുണ്ടായി എന്നുള്ള കമ്പനിയോ ഹുണ്ടായിൻ്റെ കാറുകളോ ഒന്നും ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പ് ഒരു സാംസങ്ങിൻ്റെ ഫോണോ അല്ലെങ്കിൽ സാംസങ്ങിൻ്റെ ടിവിയോ ഇന്ത്യയിൽ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ ഒരു ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസാണ്. അവർ നല്ല ഫോറിൻ കമ്പനീസാണ് ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ്. അപ്പോൾ ഈ ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അവർ ദേ ഗോൺ ബിയോണ്ട് ദർ നാഷണൽ ബൗണ്ടറീസിനും അവരെ രാജ്യത്ത് തന്നെ പോയി വേറെ രാജ്യങ്ങളിലാണ് അവരെ ബിസിനസ് ചെയ്തത്. അതുപോലെ ഞാൻ ആലോചിക്കുക, നമ്മുടെ ഇന്ത്യൻ കമ്പനീസിനും അതുപോലെ ചെയ്തുകൂടെ എന്ന് ആലോചിക്കാറുണ്ട് പലപ്പോഴും. ഇപ്പോൾ റിലയൻസ് ആയാലും മഹീന്ദ്ര ആയാലും അല്ലെങ്കിൽ ടാറ്റാസ് ആയാലും ഒന്ന് ജപ്പാനിൽ പോയിട്ട് IPO റേസ് ചെയ്തിട്ട് അവിടെ പൈസ ജനറേറ്റ് ചെയ്യാൻ പറ്റും അവർക്ക്. അല്ലെങ്കിൽ മഹീന്ദ്രക്ക് കൊറിയയിൽ പോയിട്ട് IPO ജനറേറ്റ് ചെയ്തിട്ട് ഹുണ്ടായി ജനറേറ്റ് ചെയ്ത് അത്ര പൈസ മഹീന്ദ്രക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മഹീന്ദ്രയുടെ കാറുകൾ അവിടെ വിൽക്കാൻ പറ്റും. ഇതൊക്കെ നമ്മുടെ കമ്പനി അങ്ങനെ ആകുമ്പോൾ ഒരു ട്രാൻസ്നാഷണൽ കമ്പനി എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ലോക്കൽ കമ്പനീസാണ്. നമുക്ക് നമ്മുടെ കോമ്പറ്റൻസി ഓൺലി നമ്മളെ തമിഴ്നാട്ടിൽ മാത്രം അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ മാത്രമേ ചെയ്യാൻ പറ്റും. ലോകത്ത് വേറെ എവിടെയും നമ്മളെ പ്രോഡക്റ്റ് വിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കമ്പനികൾ ആറ്റിറ്റ്യൂഡാണ് ഇന്ത്യൻ കമ്പനീസ് ആണെങ്കിൽ. ഇനിയുള്ള കാലങ്ങളിൽ ഇന്ത്യൻ കമ്പനിക്ക് വളരെ ടഫായിരിക്കും നമ്മൾ. കാരണം വെച്ചാൽ പല കമ്പനികളും അവരെ ഹെഡ് ക്വാർട്ടർ ചെയ്ത് അവരെ കൺട്രിയിൽ തന്നെ ആയിരിക്കും. പക്ഷേ അവരെ ഫൗണ്ടിങ് ചെയ്ത വഴി അവിടെ തന്നെ ആയിരിക്കും അവരെ ഹെഡ് ക്വാർട്ടർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ അവരെ പ്രൊഡക്ഷനും റിസർച്ച് ഫെസിലിറ്റീസും എല്ലാം ഹോം കൺട്രിയിൽ നിന്ന് എവയായിരിക്കും. അവർ എംപ്ലോയ് ചെയ്യുന്ന പീപ്പിൾ ഹോം കൺട്രിയിൽ നിന്ന് അവൈലബിൾ ആയിരിക്കും. അവരെ ഇൻക്ലൂഡിങ് ടോപ്പ് ഡിസിഷൻ മേക്കേഴ്സ് ഫ്രം അക്രോസ് ദ വേൾഡ് ആയിരിക്കും. അങ്ങനെയുള്ള കമ്പനികളാണ് ഈ ശരിയായ ട്രൂ ട്രാൻസ്നാഷണൽ കമ്പനീസ്. അല്ലാണ്ട് നമ്മളെ ഒരു കമ്പനീനെ നോക്കിയിട്ട് നമ്മളെ ഇന്ത്യക്കാർ മാത്രമേ അതിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് പാടുള്ളൂ. അപ്പോൾ ഇന്നാളത്തിൽ നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ വന്നിട്ട് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നുള്ള ആൾക്കാരെ റിക്രൂട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചൈനീസ് മാനേജ്മെൻറ്റിനെ കൊണ്ടാൻ പറ്റില്ല. കാഫോർ ഇന്ത്യയിൽ വരുന്നുണ്ടെങ്കിൽ കാഫോറിൽ നമ്മുടെ നാട്ടിലെ മാനേജേഴ്സ് പാടുള്ളൂ. ഫ്രഞ്ചുകാരുടെ മാനേജറായി അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെയുള്ള റെസ്ട്രിക്ഷനാണ് നമ്മളെ ഈ ഗവൺമെൻറ് വെക്കുക. അതുകൊണ്ട് നോ വൺ വാണ്ട് ടു കം ടു ഇന്ത്യ. സോ ഇന്നത്തെ ഈ യുഗത്തിൽ നമ്മൾ നാഷണൽലെസ് ക്യാപിറ്റലാണ് ഉള്ളത്. നാഷണലിസ്റ്റിക് പോളിസീസ് ടുവേർഡ്സ് ദി ഫോറിൻ കമ്പനീസ് ആർ വെരി ഇൻഎഫക്റ്റീവ് ആൻഡ് വേഴ്സ്റ്റ് കൗണ്ടർ പ്രൊഡക്റ്റീവ്. നമ്മൾ കണ്ടതാണല്ലോ നമ്മുടെ നാട്ടിൽ ഈ നാഷണലിസ്റ്റിക് കാർഡ് കാണിച്ചിട്ട് പണ്ട് ജോർജ് ഫെർണാണ്ടസും ഇവരൊക്കെ ചെയ്തത്. നമ്മളെ ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ ക്വിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ പഴയ നമ്മൾ ക്വിറ്റ് ഇന്ത്യ നമ്മളെ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഖാദി ഉപയോഗിച്ചാൽ മതി അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കുന്ന ബോൾട്ട് ഉപയോഗിച്ചാൽ മതി എന്നുള്ള ഒരു പോളിസി ആയിരുന്നു. അത് പണ്ട് ഒരു സ്വാതന്ത്ര്യ സമരത്തിൽ ഉപയോഗിച്ചു. പക്ഷേ അതേ പോളിസി തന്നെ ഇപ്പോഴും നമ്മുടെ പല രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നത്. സോ പലപ്പോഴും ഈ ഗവൺമെൻറ് എന്ന് വെച്ചാൽ ഡിസ്ക്രിമിനേറ്റ് ഈ ഫോറിൻ കമ്പനീസിന് വളരെ ഡിസ്ക്രിമിനേഷനാണ്. ട്രാൻസ്നാഷണൽ കോർപ്പറേഷൻസ് അവർക്കൊരു സഹായവും ഗവൺമെൻറ് കൊടുക്കുന്നില്ല. പക്ഷേ അതേസമയത്ത് അവർ നാഷണൽ എക്കണോമിനെ വളരെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ഗവൺമെൻറ് അപ്പോൾ നോക്കുന്നത് വെച്ചാൽ നാഷണൽ ഫേംസിനെ പ്രൊമോട്ട് ചെയ്യാനാണ് നോക്കുന്നത്. പക്ഷേ അത് it is at the same time preventing the most efficient firms from establishing themselves in the country. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിൽ നിന്ന് പണ്ട് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് മലയാളികൾ തന്നെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ബോംബെയിലും കൽക്കട്ടയിലും പോയ നമ്മളൊരു ജനറേഷന് മുന്നിലുള്ള ആൾക്കാർ അവരൊരിക്കലും അവരെ കുട്ടികളെ മലയാളം പഠിപ്പിച്ചിട്ടില്ല. പല ആൾക്കാരും, ഞാൻ എല്ലാവരെയും പറയുന്നില്ല. അതുപോലെ തന്നെയാണ് ഈ ഇറ്റാലിയൻ എമിഗ്രൻസ് പണ്ട് US പോയിരുന്നു. അവരവരെ കുട്ടികളെ അവരെ സ്വന്തം ഇറ്റാലിയൻ ലാംഗ്വേജ് പഠിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതെന്താ കാരണം വെച്ചാൽ ദേ ഡിസൈഡഡ് ദേ വിൽ നെവർ ഗോ ബാക്ക് ടു ഇറ്റലി. അവരെ കുട്ടികൾ ഒരിക്കലും ഇറ്റലിയിൽ പോകില്ല. ദേ വാണ്ട് ദർ ചിൽഡ്രൻസ് ടോട്ടലി ഒരു അമേരിക്കനായി വളരണം എന്നുള്ള ഒരു ആഗ്രഹത്തിന് മൂലം. അത് തന്നെയാണ് മിക്ക മലയാളി കുട്ടികൾക്കും ഇന്ന് മലയാളം എഴുതാനോ വായിക്കാനോ അറിയില്ല. അങ്ങനെയുള്ള മറ്റുള്ള സ്റ്റേറ്റുകളിൽ വളർന്ന കുട്ടികളായാലും ശരി, അല്ലെങ്കിൽ മറ്റുള്ള കൺട്രികളിൽ വളർന്ന കുട്ടികളായാലും ശരി, അവർക്ക് മലയാളം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ എന്താ വെച്ചാൽ ഇന്നത്തെ യങ് ജനറേഷൻസ് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പോലത്തെ പുവർ കൺട്രീസിൽ ദേ ഹാവ് ഓൺലി ആംബിഷൻസ് ആൻഡ് ഡ്രീംസ് ആൻഡ് ദേ വാണ്ട് ടു ഗോ ടു റിച്ചർ കൺട്രീസ് ടു സ്റ്റഡി. പക്ഷേ ഇന്നത്തെ കാലത്ത് വെച്ചാൽ ഈ പല മാനേജേഴ്സും എന്ന് വെച്ചാൽ ദേ വർക്ക് ഫോർ എ കമ്പനി ബേസ്ഡ് ഇൻ ഫോറിൻ കൺട്രി. നമ്മുടെ നാട്ടിലെ ഇപ്പോൾ പല മാനേജേഴ്സും ബാംഗ്ലൂരിലെല്ലാം മാനേജേഴ്സ് എന്ന് വെച്ചാൽ അവരൊക്കെ ഒരു ഫോറിൻ കമ്പനീസിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, അല്ലാണ്ട് ഇന്ത്യൻ കമ്പനീസിനോ അല്ലെങ്കിൽ ലോക്കൽ കമ്പനീസിനോ വേണ്ടിയല്ല. അപ്പോൾ മിക്കവാറും പല മാനേജേഴ്സ് എന്ന് വെച്ചാൽ
ഈ കൺട്രി വിട്ടിട്ട് വേറൊരു കൺട്രിയിൽ പോയി നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ 1-2 കൺട്രിയിൽ ഷട്ടിൽ ചെയ്യേണ്ടി വരും. ഒരു ട്രാൻസ്നാഷണലാണ്. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു ഫുട്ബോൾ കോച്ച് 2 ടീമിനെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, അതുപോലെയാണ് ഇപ്പോഴത്തെ ഗ്ലോബലൈസ് വേൾഡിൽ. സോ മിക്കവാറും ഈ നമ്മുടെ ഹെഡ് ക്വാർട്ടർ ഒരു കൺട്രിയിലായിരിക്കും. യു ഹാവ് ടു ട്രാവൽ ടു അനദർ കൺട്രി, അല്ലെങ്കിൽ നിങ്ങൾ സിംഗപ്പൂരിലോ ചൈനയിലോ പോകേണ്ടി വരും. അവരെ ഹോം കൺട്രി എവിടെയായിരിക്കും. സോ അതാണ് ദേ ഹാവ് ടു ബ്രേക്ക് നാഷണൽ ബോർഡേഴ്സ്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഈ നെസ്ലെ എന്ന് പറഞ്ഞ കമ്പനി ഒരു സ്വിസ് ജയൻ്റാണ്. അവരെ കമ്പനീൻ്റെ ഹെഡ് ക്വാർട്ടർ സ്വിറ്റ്സർലാൻഡിലാണ്. അപ്പോൾ അതൊരു മെയിൻലി യൂറോപ്യൻ കമ്പനി എന്ന് അറിയപ്പെടുന്നത്. പക്ഷേ നെസ്ലൻ്റെ ഈ 30% റവന്യൂ മാത്രമേ യൂറോപ്പിൽ നിന്ന് ജനറേറ്റ് ചെയ്യുള്ളൂ. ബാക്കി അവരുടെ പ്രോഡക്ട്സ് മുഴുവൻ മറ്റുള്ള കൺട്രികളിലാണ് വെക്കുന്നത്. അവരെ മുഴുവൻ റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന മറ്റുള്ള കൺട്രികളിൽ നിന്നാണ്. അവരെ മാനേജേഴ്സ് വർക്ക് ചെയ്യുന്ന മറ്റുള്ള കൺട്രികളാണ്. അവരെ R&D ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ ഹോം കൺട്രിയാണ്. പലപ്പോഴും അത് ഇന്ത്യയിലുണ്ട്, അവർ R&D, ചൈനയിലുണ്ട്, പല ഡെവലപ്പിംഗ് കൺട്രിയിലും അവർ R&D ഉണ്ട്. അത് നെസ്ലെ എന്നുള്ളൊരു കമ്പനീനെ കുറിച്ച് നിങ്ങൾ കേട്ടി, നമ്മളെ നെസ്കഫേ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. സോ ഇപ്പോഴത്തെ കാലത്ത് ഈവൺ ദി മാനേജേഴ്സ് ഒരു കൺട്രിയിൽ നിന്ന് മാത്രമല്ല എടുക്കുന്നത്. ദേ ആർ പൂൾ ഓഫ് ടാലൻസ്. ഒരു 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 നാഷണൽ പൂൾ നല്ല എടുക്കുന്നത്, ഒരു ഇന്റർനാഷണൽ പൂൾ നിന്നാണ് ഇപ്പോൾ ടാലന്റിനെ പിക്ക് ചെയ്യുന്നത്. സോ ഇത് കമ്പനിക്ക് എന്താ പറയുക, നോ നാഷണൽ ലോയൽറ്റി എനിമോർ. നമ്മളെ ബിസിനസ് എന്ന് വെച്ചാൽ യു വാണ്ട് ടു മേക്ക് പ്രോഫിറ്റ്. സോ ഈവൺ ഇഫ് ഇറ്റ് മീൻസ് ഹർട്ടിങ് യുവർ ഹോം കൺട്രി ബൈ ഷട്ടിങ്, നിങ്ങളൊരു പ്ലാന്റ് തന്നെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾ വേറൊരു കമ്പനിയിൽ പോവോ, വേറൊരു രാജ്യത്ത് പോവോ, അല്ലെങ്കിൽ സ്ലാഷിങ് ദി ജോബ്സ് ഓൾസോ, ബ്രിങ്ങിങ് ഫോറിൻ വർക്കേഴ്സ്. സോ കമ്പനി ആവശ്യം എന്ന് വെച്ചാൽ ദേ ഹാവ് ടു ജനറേറ്റ് നമ്പർ. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കിയാലും മൈക്രോ ചിപ്സ് ഉണ്ടാക്കിയാലും വുഡ് ചിപ്സ് ഉണ്ടാക്കിയാലും മാർക്കറ്റിൽ വേണ്ടുന്ന നമ്പറാണ്. വെദർ ഇറ്റ് ഈസ് NVIDIA ആയാലും ശരി, മറ്റുള്ള എന്ത് പ്രോഡക്ട്സ് ഉണ്ടാക്കിയാലും മാർക്കറ്റിൽ ദേ ഹാവ് ടു ഡെലിവർ ദ നമ്പേഴ്സ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. സോ ഇവർ പറയുന്ന പോലെ, നമ്മുടെ രാജ്യം പറയുന്ന പോലെ ഈ ഫോറിൻ റെസ്ട്രിക്ഷൻസ് ഓൺ ഫോറിൻ ഓണർഷിപ്പ്, അത് മിക്കവാറും നമ്മളെ ഗവൺമെൻറ് പറഞ്ഞു. ഇപ്പം ഇവർ പറയുന്നത് ഞങ്ങൾക്ക് അമേരിക്കയിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റും വേണം, പക്ഷേ ചൈനീസ് കമ്പനി ഇന്ത്യയിൽ വരാൻ പാടില്ല, ചൈനീസ് കമ്പനി ഇന്ത്യയിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല. സോ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആസ് ലോങ് ആസ് കമ്പനി ജനറേറ്റ് വെൽത്ത് ആൻഡ് ജോബ്സ് within its borders, the Rajyam ഒരിക്കലും they don't want to care whether the company is owned by foreign citizens or employing foreign citizens, or it doesn't bother. As long as it brings jobs and wealth to the country, they have to welcome the multinational companies to our country. കാരണം നിങ്ങൾ ആലോചിക്കുമ്പോൾ ഡിസ്പാച്ചിങ് ടോപ്പ് മാനേജേഴ്സ് ടു എ ഫോറിൻ കൺട്രി ഇസ് വെരി എക്സ്പെൻസീവ്. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഇപ്പോൾ നെസ്ലെക്കായാലും ശരി, കാഫോറിനായാലും ശരി, ഒരു മാനേജർ ഫ്രാൻസിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന വെച്ചാൽ it is very expensive. It is not like exporting a machine from China to India. This is especially when the physical and cultural distances between the two countries are very great. നമ്മുടെ കൺട്രി ഇന്ത്യൻ്റെ കൾച്ചറൽ ഐഡൻറ്റിറ്റിയും അല്ലെങ്കിൽ ചൈനയുടെയും ഫ്രാൻസിൻ്റെയും അല്ലെങ്കിൽ ജപ്പാൻ്റെയും കൾച്ചർ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ഒരു പുതിയൊരു മാനേജർ ഇന്ത്യയിൽ വരുന്ന സമയത്ത്, കൊറിയയിൽ നിന്ന് വരുന്ന സമയത്ത്, the culture identity is entirely different. So it is very expensive for a company to become transnational also. പിന്നെന്ന് വെച്ചാൽ ഈ കമ്പനീൻ്റെ ഈ കോമ്പിറ്റൻസി കിട്ടണമെങ്കിൽ യു ഹാവ് ടു ബ്രിങ് ഇൻ്റർനാഷണൽ ടാലൻറ്റ് പൂൾ. നിങ്ങൾക്ക് കോമ്പിറ്റൻസി വരുന്നത് വെച്ചാൽ കോമ്പിറ്റൻസി ഈസ് മെയിൻലി ഫ്രം ദ മാനേജേഴ്സ്, എൻജിനീയേഴ്സ് ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ്, അല്ലെങ്കിൽ ഓർഗനൈസേഷണൽ ഇൻറ്റേർണൽ കമ്പനി റൂൾസ്, ഓർഗനൈസേഷൻ റൂൾസ് ആണ്. So most of the companies, they can move the machines abroad easily, but it is much more expensive to move the skilled workers and managers now. So capital does not have national roots anymore. അതേ എനിക്ക് പറയാനുള്ളൂ. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഏത് രാജ്യത്തു നിന്ന് ഇന്ത്യയിൽ വന്നാലും നമ്മൾ ആ ക്യാപിറ്റലിനെ വെൽക്കം ചെയ്യണം. അത് ചൈനയിൽ നിന്നുള്ള ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ US എന്നുള്ള ക്യാപിറ്റലാണോ, അല്ലെങ്കിൽ ശ്രീലങ്കയിൽ നിന്നുള്ള ക്യാപിറ്റലാണോ എന്നുള്ള ഡിസ്ക്രിമിനേഷൻ പാടില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നടക്കുന്നത് വലിയൊരു ഡിസ്ക്രിമിനേഷനാണ്. സോ ദേ ഡോണ്ട് വാണ്ട് ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇന്ത്യ. ചൈന ഈസ് ദ നമ്പർ 1 company, number 1 nation in Asia.
വെൽത്ത് വൈസ് നോക്കണം, ഈ ചൈനീസ് ഗുഡ്സ് ആയാലും ശരി, നമ്മളിന്ന് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും 80% സാധനങ്ങളും മാനുഫാക്ചർ ചെയ്ത് ചൈനയിൽ നിന്നാണ് റോ മെറ്റീരിയൽ ഇന്ത്യയിലെത്തുന്നത്. സോ ഇഫ് ദേ പുട്ട് മോർ റെസ്ട്രിക്ഷൻസ് ഫോർ ചൈനീസ് കമ്പനി, ചൈനയുടെ കമ്പനികൾ, ചൈനീസ് കമ്പനീസിന് ഈ ബാറ്ററി ടെക്നോളജിയിൽ ദേ ആർ വെൽ അഡ്വാൻസ്ഡ് ദാൻ US. ഇനി അവർ വരാൻ പോകുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും അവർ ദേ വിൽ ബി വെൽ അഡ്വാൻസ്ഡ് ദാൻ US ആയിരിക്കും. ഇപ്പോൾ തന്നെ അവരെ റോബോട്ട്സും അവരെ AI മെഷീൻസൊക്കെ വേൾഡിൽ ഇപ്പം വളരെ ഫേമസ് ആയി കഴിഞ്ഞു. സോ government has to consider, capital does not have any national roots anymore. Thank you very much. Have a nice day. So kindly do subscribe my channel. That is the only one humble request to you.